അധ്യായം 67 അൽ മുൽക്ക്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആധിപത്യം ആരുടെ കരങ്ങളിലാണോ അവൻ മഹത്വത്തിനുടമയത്രേ. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ കർമ്മനിർവഹണത്തിൽ നിങ്ങളിലേറ്റം മികച്ചവരാരെന്ന് പരീക്ഷിക്കാനാണത്. അവൻ അജയ്യനാണ്, ഏറെ മാപ്പേകുന്നവനും. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. 7 ആകാശങ്ങളെ ഒന്നിനു മീതെ മറ്റൊന്നായി സൃഷ്ടിച്ചവനാണവൻ. ദയാപരനായ അവന്റെ സൃഷ്ടിയിൽ ഒരുവിധ ഏറ്റക്കുറവും നിനക്ക് കാണാനാവില്ല. ഒന്നുകൂടി നോക്കൂ, എവിടെയെങ്ങാനും വല്ല വിടവും കാണുന്നുണ്ടോ? ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. വീണ്ടും വീണ്ടും നോക്കൂ, നിന്റെ കണ്ണ് തോറ്റു തളർന്ന് നിന്നിലേക്ക് തന്നെ തിരികെ വരും തീർച്ച. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. തൊട്ടടുത്തുള്ള ആകാശത്തെ നാം വിളക്കുകളാൽ അലങ്കരിച്ചു, അവയെ പിശാചുക്കളെ തുരത്താനുള്ള ബാണങ്ങളുമാക്കി. അവർക്കായി കത്തിക്കാളുന്ന നരകശിക്ഷ ഒരുക്കിവെച്ചിട്ടുമുണ്ട്. وَلِلَّذِينَ كَفَرُوا بِرَبِّهِمْ عَذَابُ جَهَنَّمَ وَبِئْسَ الْمَصِيرُ. തങ്ങളുടെ നാഥനെ നിഷേധിക്കുന്നവർക്ക് നരകശിക്ഷയാണുള്ളത്. മടങ്ങിച്ചെല്ലാനുള്ള ആ ഇടം വളരെ ചീത്ത തന്നെ. إِذَا أُلْقُوا فِيهَا سَمِعُوا لَهَا شَهِيقًا وَهِيَ تَفُورُ. അതിലേക്ക് എറിയപ്പെടുമ്പോൾ അതിന്റെ ഭീകരഗർജനം അവർ കേൾക്കും. അത് തിളച്ചുമറിയുകയായിരിക്കും. تَكَادُ تَمَيَّزُ مِنَ الْغَيْظِ كُلَّمَا أُلْقِيَ فِيهَا فَوْجٌ سَأَلَهُمْ خَزَنَتُهَا أَلَمْ يَأْتِكُمْ نَذِيرٌ. ക്ഷോഭത്താൽ അത് പൊട്ടിത്തെറിക്കാറാകും. ഓരോ സംഘവും അതിൽ വലിച്ചെറിയപ്പെടുമ്പോൾ അതിന്റെ കാവൽക്കാർ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരാരും വന്നിരുന്നില്ലേ? قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അവർ പറയും, ഞങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ വാദിക്കുകയും ചെയ്തു, അല്ലാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കൊടിയ വഴികേടിൽ തന്നെയാണ്. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. അവർ കേണുകൊണ്ടിരിക്കും, അന്നത് കേൾക്കുകയോ അതേക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ നരകാഗ്നിയുടെ അവകാശികളിൽ പെടുമായിരുന്നില്ല. فاعترفوا بذنبهم فسحقا لأصحاب السعير. അങ്ങനെ അവർ കുറ്റം ഏറ്റുപറഞ്ഞു. നരകത്തീയിന്റെ ആൾക്കാർക്ക് ശാപം.
إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. തങ്ങളുടെ നാഥനെ കാണാതെ തന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവരോ അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യുക. തീർച്ചയായും മനസ്സിലുള്ളതെല്ലാം അറിയുന്നവനാണവൻ. ألا يعلم من خلق وهو اللطيف الخبير. സൃഷ്ടിച്ചവൻ അറിയുകയില്ലെന്നോ? അവൻ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നത്. അതിനാൽ അതിന്റെ വിരിമാറിലൂടെ നടന്നുകൊള്ളുക. അവൻ തന്ന വിഭവങ്ങളിൽ നിന്ന് ആഹരിക്കുക. നിങ്ങൾ ഉയിർത്തെഴുന്നേറ്റു ചെല്ലുന്നതും അവങ്കലേക്ക് തന്നെ. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. ഉപരിലോകത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെയും അപ്പോൾ ഭൂമി ഇളകിമറിയുന്നതിനെയും സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുന്നുവോ? أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. അതല്ല, ഉപരിലോകത്തുള്ളവൻ നിങ്ങളുടെ മേൽ ചരലുകൾ ചൊരിയുന്ന കാറ്റിനെ അയക്കുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരാണോ? നമ്മുടെ താക്കീത് എങ്ങനെയുണ്ടെന്ന് വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. وَلَقَدْ كَذَّبَ الَّذِينَ مِن قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرِ. അവർക്ക് മുമ്പുണ്ടായിരുന്നവരും സത്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എவ்விதമായിരുന്നു എന്റെ ശിക്ഷ. أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ ما يمسكهن إلا الرحمن إنه بكل شيء بصير. തങ്ങൾക്കുമീതെ ചിറകുവിടർത്തിയും ഒതുക്കിയും പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? അവയെ താങ്ങി നിർത്തുന്നത് ദയാപരനായ ദൈവമല്ലാതാരുമല്ല. അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവൻ തന്നെ. തീർച്ച. أَمَّنْ هَذَا الَّذِي هُوَ جُندٌ لَكُمْ يَنصُرُكُم مِّن دُونِ الرَّحْمَنِ إِنِ الْكَافِرُونَ إِلَّا فِي غُرُورٍ. പരമകാരുണികനായ ദൈവമല്ലാതെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന സൈന്യമേതുണ്ട്? ഉറപ്പായും ഈ സത്യനിഷേധികൾ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ്. أَمَّنْ هَذَا الَّذِي يَرْزُقُكُمْ إِنْ أَمْسَكَ رِزْقَهُ بَلْ لَجُّوا فِي عُتُوٍّ وَنُفُورٍ. അല്ലാഹു അവന്റെ വിഭവം വിലക്കിയാൽ നിങ്ങൾക്ക് അന്നം നൽകാൻ ആരുണ്ട്? യഥാർത്ഥത്തിൽ അവർ ധിക്കാരത്തിലും പകയിലും ആണ്ടുപൂണ്ടിരിക്കുകയാണ്. أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَىٰ أَمَّن يَمْشِي سَوِيًّا عَلَى صِرَاطٍ مُسْتَقِيمٍ. അല്ല, മുഖം നിലത്തുകുത്തി നടക്കുന്നവനോ നേർവഴി പ്രാപിച്ചവൻ? അതല്ല, സത്യപാതയിലൂടെ നിവർന്നു നടക്കുന്നവനോ? قُلْ هُوَ الَّذِي أَنشَأَكُمْ وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَا تَشْكُرُونَ.
പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി. നിങ്ങൾ നന്നേ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. قل هو الذي ذرأكم في الأرض وإليه تحشرون. പറയുക, അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വളർത്തിയത്. അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. ويقولون متى هذا الوعد إن كنتم صادقين. അവർ ചോദിക്കുന്നു, നിങ്ങൾ സത്യവാദികളെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുക? قل إنما العلم عند الله وإنما أنا نذير مبين. പറയുക, ആ അറിവ് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രം. ഞാൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനല്ലാതെ ആരുമല്ല. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. മുന്നറിയിപ്പായി പറയുന്ന കാര്യം അടുത്തെത്തിയതായി കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖം വിഷാദമൂകമായി മാറും. അപ്പോൾ അവരോട് പറയും, ഇതുതന്നെയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. ചോദിക്കുക, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അല്ലാഹു നശിപ്പിക്കുകയോ ഞങ്ങളോട് കരുണ കാണിക്കുകയോ ചെയ്തുവെന്നിരിക്കട്ടെ. എന്നാൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരുണ്ട്? قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. പറയുക, അവനാണ് ദയാപരൻ. ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. അവനെ തന്നെയാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചതും. ആരാണ് വ്യക്തമായ വഴികേടിലെന്ന് വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. ചോദിക്കുക, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് തെളിനീരുറവ എത്തിക്കുക? അധ്യായം 68. അൽ ഖലം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ, പേനയും അവർ എഴുതിവെക്കുന്നതും സാക്ഷി. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നിന്റെ നാഥന്റെ അനുഗ്രഹത്താൽ നീ ഭ്രാന്തനല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. നിശ്ചയമായും നിനക്ക് നിലയ്ക്കാത്ത പ്രതിഫലമുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നീ മഹത്തായ സ്വഭാവത്തിനുടമ തന്നെ, തീർച്ച. ഫസതുബ്സിറു വയുബ്സിറൂൻ. വൈകാതെ നീ കാണാൻ പോകുന്നു, അവരും കണ്ടറിയും. ബിഅയ്യികുമുൽ മഫ്തൂൻ. നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിലായതെന്ന്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നിശ്ചയമായും നിന്റെ നാഥൻ വഴിതെറ്റിയവരെ നന്നായി അറിയുന്നവനാണ്. നേർവഴി പ്രാപിച്ചവരെയും അവന് നന്നായി അറിയാം. ഫലാ തുതഇൽ മുകദ്ദിബീൻ. അതിനാൽ
നീ സത്യനിഷേധികളെ അനുസരിക്കരുത്. وَدُّوا لَوْ تُدْهِنُ فَيُدْهِنُونَ നീ അല്പം അനുനയം കാണിച്ചെങ്കിൽ തങ്ങൾക്കും അനുനയം ആകാമായിരുന്നുവെന്ന് അവരാഗ്രഹിക്കുന്നു. وَلَا تُطِعْ كُلَّ حَلَّافٍ مَّهِينٍ അടിക്കടി ആണയിട്ടുകൊണ്ടിരിക്കുന്ന അതിനീചനെ നീ അനുസരിക്കരുത്. هَمَّازٍ مَّشَّاءٍ بِنَمِيمٍ അവനോ ദൂഷണം പറയുന്നവൻ, ഏഷണിയുമായി ചുറ്റിക്കറങ്ങുന്നവൻ. مَّنَّاعٍ لِّلْخَيْرِ مُعْتَدٍ أَثِيمٍ നന്മയെ തടയുന്നവൻ, അതിക്രമി, മഹാപാപി. عُتُلٍّ بَعْدَ ذَلِكَ زَنِيمٍ ക്രൂരൻ, പിന്നെ പിഴച്ചുപെറ്റവനും. أَن كَانَ ذَا مَالٍ وَبَنِينَ അതിന് കാരണമോ സമൃദ്ധമായ സമ്പത്തും സന്താനങ്ങളുമുണ്ടെന്നതും. إِذَا تُتْلَى عَلَيْهِ آيَاتُنَا قَالَ أَسَاطِيرُ الْأَوَّلِينَ നമ്മുടെ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും, ഇത് പൂർവികരുടെ പുരാണ കഥകളാണ്. سَنَسِمُهُ عَلَى الْخُرْطُومِ അടുത്തുതന്നെ അവന്റെ തുമ്പിക്കൈക്ക് നാം അടയാളമിടും. إِنَّا بَلَوْنَاهُمْ كَمَا بَلَوْنَا أَصْحَابَ الْجَنَّةِ إِذْ أَقْسَمُوا لَيَصْرِمُنَّهَا مُصْبِحِينَ ഇവരെ നാം പരീക്ഷണ വിധേയരാക്കിയിരിക്കുന്നു, തോട്ടക്കാരെ പരീക്ഷിച്ച പോലെ. തോട്ടത്തിലെ പഴങ്ങൾ പ്രഭാതത്തിൽ തന്നെ പറിച്ചെടുക്കുമെന്ന് അവർ ശപഥം ചെയ്ത സന്ദർഭം. وَلَا يَسْتَثْنُونَ അവർ ഒന്നും ഒഴിവാക്കി പറഞ്ഞില്ല. فَطَافَ عَلَيْهَا طَائِفٌ مِّن رَّبِّكَ وَهُمْ نَائِمُونَ അങ്ങനെ അവർ ഉറങ്ങവേ നിന്റെ നാഥനിൽ നിന്നുള്ള വിപത്ത് ആ തോട്ടത്തെ ബാധിച്ചു. فَأَصْبَحَتْ كَالصَّرِيمِ അത് വിളവെടുപ്പ് കഴിഞ്ഞ വയൽ പോലെയായി. فَتَنَادَوْا مُصْبِحِينَ പ്രഭാതവേളയിൽ അവരന്യോന്യം വിളിച്ചു പറഞ്ഞു, أَنِ اغْدُوا عَلَى حَرْثِكُمْ إِن كُنتُمْ صَارِمِينَ നിങ്ങൾ വിളവെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തേക്ക് നേരത്തെ തന്നെ പുറപ്പെട്ടുകൊള്ളുക. فَانطَلَقُوا وَهُمْ يَتَخَافَتُونَ അന്യോന്യം സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു. أَلَّا يَدْخُلَنَّهَا الْيَوْمَ عَلَيْكُمْ مِسْكِينٌ ദരിദ്രവാസികളാരും ഇന്നവിടെ കടന്നുവരാൻ ഇടവരരുത്. وَغَدَوْا عَلَى حَرْدٍ قَادِرِينَ അവരെ തടയാൻ തങ്ങൾ കഴിവുറ്റവരെന്ന വണ്ണം അവർ അവിടെയെത്തി. فَلَمَّا رَأَوْهَا قَالُوا إِنَّا لَضَالُّونَ എന്നാൽ തോട്ടം കണ്ടപ്പോൾ അവർ വിലപിക്കാൻ തുടങ്ങി, നാം വഴി തെറ്റിയിരിക്കുന്നു. بَلْ نَحْنُ مَحْرُومُونَ അല്ല, നാം എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. قَالَ أَوْسَطُهُمْ أَلَمْ أَقُلْ لَكُمْ لَوْلَا تُسَبِّحُونَ കൂട്ടത്തിൽ മധ്യമ നിലപാട് സ്വീകരിച്ചയാൾ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ദൈവകീർത്തനം നടത്തുന്നില്ലെന്ന് ഞാൻ ചോദിച്ചിരുന്നില്ലേ? قَالُوا سُبْحَانَ رَبِّنَا إِنَّا كُنَّا ظَالِمِينَ അവർ പറഞ്ഞു, നമ്മുടെ നാഥൻ എത്ര പരിശുദ്ധൻ, നിശ്ചയമായും നാം അക്രമികളായിരിക്കുന്നു. فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ അങ്ങനെ അവരന്യോന്യം പഴിചാരാൻ തുടങ്ങി. قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ അവർ വിലപിച്ചു, നമ്മുടെ നാശം, നിശ്ചയമായും നാം അതിക്രമികളായിരിക്കുന്നു.
عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون. നമ്മുടെ നാഥൻ ഇതിനേക്കാൾ നല്ലത് നമുക്ക് പകരം നൽകിയേക്കാം. നിശ്ചയമായും നാം നമ്മുടെ നാഥനിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാകുന്നു. كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون. ഇவ்വിധമാണ് ഇവിടത്തെ ശിക്ഷ. പരലോക ശിക്ഷയോ കൂടുതൽ കഠിനവും. അവർ അറിഞ്ഞിരുന്നെങ്കിൽ. إن للمتقين عند ربهم جنات النعيم. ഉറപ്പായും ദൈവഭക്തർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളുണ്ട്. أفنجعل المسلمين كالمجرمين. അപ്പോൾ മുസ്ലിങ്ങളോട് നാം കുറ്റവാളികളെപ്പോലെയാണോ പെരുമാറുക? ما لكم كيف تحكمون. നിങ്ങൾക്കെന്തു പറ്റി? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തീർപ്പു കൽപ്പിക്കുന്നത്? أم لكم كتاب فيه تدرسون. അതല്ല, നിങ്ങളുടെ വശം വല്ല വേദപുസ്തകവുമുണ്ടോ? നിങ്ങൾ അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? إن لكم فيه لما تخيرون. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അതിലുണ്ടെന്നോ? أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم لما تحكمون. അതല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ നിലനിൽക്കുന്ന വല്ല കരാറും നമ്മുടെ പേരിൽ നിങ്ങൾക്കുണ്ടോ? سلهم أيهم بذلك زعيم. അവരോട് ചോദിക്കുക, തങ്ങളിൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നത്? أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين. അതല്ല, അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? എങ്കിൽ അവരുടെ പങ്കാളികളെ അവരിങ്ങ് കൊണ്ടുവരട്ടെ, അവർ സത്യവാദികളെങ്കിൽ. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. കണങ്കാൽ വെളിവാക്കപ്പെടും നാൾ, അന്നവർ സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടും, എന്നാൽ അവർക്കതിന് സാധ്യമാവില്ല. خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. അന്നവരുടെ നോട്ടം കീഴ്പോട്ടായിരിക്കും. അപമാനം അവരെ ആവരണം ചെയ്യും. നേരത്തെ അവർ സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെട്ടിരുന്നല്ലോ, അന്നവർ സുരക്ഷിതരുമായിരുന്നു. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. അതിനാൽ ഈ വചനങ്ങളെ തള്ളിപ്പറയുന്നവരുടെ കാര്യം എനിക്ക് വിട്ടുതരിക. അവരറിയാത്ത വിധം നാം അവരെ പടിപടിയായി പിടികൂടും. وأملي لهم إن كيدي متين. നാം അവർക്ക് സാവകാശം നൽകിയിരിക്കുകയാണ്. എന്റെ തന്ത്രം ഭദ്രം തന്നെ, തീർച്ച. أم تسألهم أجرا فهم من مغرم مثقلون. അല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ അവർ കടബാധ്യതയാൽ കഷ്ടപ്പെടുകയാണോ? أم عندهم الغيب فهم يكتبون. അതല്ലെങ്കിൽ അവരുടെ വശം വല്ല അഭൗതിക ജ്ഞാനവുമുണ്ടോ? അവർ അത് എഴുതിയെടുക്കുകയാണോ? فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. അതിനാൽ നീ നിന്റെ നാഥന്റെ തീരുമാനങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുക. നീ ആ മത്സ്യക്കാരനെപ്പോലെ ആകരുത്,
അദ്ദേഹം കൊടും ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. തന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം രക്ഷയ്ക്കെത്തിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം ആ പാഴ്മണൽക്കാട്ടിൽ ആക്ഷേപിതനായി ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. فاجتباه ربه فجعله من الصالحين. അവസാനം അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, അങ്ങനെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون. ഈ ഉദ്ബോധനം കേൾക്കുമ്പോൾ സത്യനിഷേധികൾ നീ നിന്റെ കാലിടറി വീഴുമാറ് നിന്നെ തുറിച്ചു നോക്കുന്നു, ഇവൻ ഒരു മുഴുഭ്രാന്തൻ തന്നെയെന്ന് പുലമ്പുകയും ചെയ്യുന്നു. وما هو إلا ذكر للعالمين. എന്നാൽ ഇത് മുഴുലോകർക്കുമുള്ള ഒരു ഉദ്ബോധനമല്ലാതൊന്നുമല്ല. അധ്യായം 69. അൽ ഹാക്ക. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽ ഹാക്ക. അനിവാര്യ സംഭവം. മൽ ഹാക്ക. എന്താണ് ആ അനിവാര്യ സംഭവം? വമാ അദ്റാക മൽ ഹാക്ക. ആ അനിവാര്യ സംഭവം എന്തെന്ന് നിനക്കെന്തറിയാം? കദ്ദബത് സമൂദ് വആദും ബിൽ ഖാരിഅ. സമൂദും ആദും ആ കൊടും വിപത്തിനെ തള്ളിപ്പറഞ്ഞു. ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്താഗിയ. എന്നിട്ടോ സമൂദ് ഗോത്രം കൊടും കെടുതിയാൽ നശിപ്പിക്കപ്പെട്ടു. വഅമ്മാ ആദും ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. ആദുഗോത്രം അത്യുഗ്രമായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനാലും നാമാവശേഷമായി. سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. 7 രാവും 8 പകലും ഇടതടവില്ലാതെ അല്ലാഹു അതിനെ അവരുടെ നേരെ തിരിച്ചുവിട്ടു. അപ്പോൾ നുരുമ്പിയ ഈ തപ്പനത്തടികൾ പോലെ ആ കാറ്റിലവർ ഉയിരറ്റു കിടക്കുന്നത് നിനക്ക് കാണാമായിരുന്നു. فهل ترى لهم من باقية. അവരുടേതായി വല്ലതും ബാക്കിയായത് നീ കാണുന്നുണ്ടോ? وجاء فرعون ومن قبله والمؤتفكات بالخاطئة. ഫിർഔനും അവന് മുമ്പുള്ളവരും കീഴ്മേൽ മറിക്കപ്പെട്ട നാടുകളും അതേ കുറ്റകൃത്യം തന്നെ ചെയ്തു. فعصوا رسول ربهم فأخذهم أخذة رابية. അവരൊക്കെയും തങ്ങളുടെ നാഥന്റെ ദൂതനെ ധിക്കരിച്ചു. അപ്പോൾ അവൻ അവരെ കഠിന ശിക്ഷയാൽ പിടികൂടുകയായിരുന്നു. إنا لما طغى الماء حملناكم في الجارية. പ്രളയം പരിധി കടന്നപ്പോൾ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു. لنجعلها لكم تذكرة وتعيها أذن واعية. ആ സംഭവത്തെ നാം നിങ്ങൾക്ക് ഓർക്കാനുള്ള ഒന്നാക്കാനാണത്. സൂക്ഷ്മതയുള്ള കാതുകൾ എക്കാലത്തേക്കും ഒരോർമ്മയാക്കാനും. فإذا نفخ في الصور نفخة واحدة. പിന്നെ കാഹളത്തിൽ ഒരൂത്ത് ഊതപ്പെട്ടാൽ وحملت الأرض والجبال فدكتا دكة واحدة. ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുത്ത് രണ്ടിനെയും
ഒറ്റയടിക്ക് ഇടിച്ചു തരിപ്പണമാക്കിയാൽ فيومئذ وقعت الواقعة അന്നാണ് അനിവാര്യ സംഭവം നടക്കുക. وانشقت السماء فهي يومئذ واهية അന്ന് ആകാശം പൊട്ടിപ്പിളരുന്നു. അന്നത് നന്നേ ദുർബലമായിരിക്കും. والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية മലക്കുകൾ അതിന്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ നാഥന്റെ സിംഹാസനം 8 പേർ തങ്ങൾക്ക് മുകളിലായി ചുമക്കും. يومئذ تعرضون لا تخفى منكم خافية അന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടും. നിങ്ങളിൽ നിന്ന് ഒരു രഹസ്യം പോലും മറഞ്ഞു കിടക്കുകയില്ല. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه അപ്പോൾ കർമ്മപുസ്തകം തന്റെ വലതുകൈയിൽ കിട്ടിയവൻ പറയും, ഇതാ എന്റെ കർമ്മപുസ്തകം, വായിച്ചു നോക്കൂ. إني ظننت أني ملاق حسابيه എന്റെ വിചാരണയെ ഞാൻ നേരിടേണ്ടി വരുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. فهو في عيشة راضية അങ്ങനെ അവൻ സംതൃപ്തമായ ജീവിതത്തിലെത്തുന്നു. في جنة عالية ഉന്നതമായ സ്വർഗത്തിൽ. قطوفها دانية അതിലെ പഴങ്ങൾ വളരെ അടുത്തായി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്തിരുന്നതിന്റെ പ്രതിഫലമായി ഇതാ തൃപ്തിയോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه എന്നാൽ ഇടതുകൈയിൽ കർമ്മപുസ്തകം കിട്ടുന്നവനോ അവൻ പറയും, കഷ്ടം, എനിക്കെന്റെ കർമ്മപുസ്തകം കിട്ടിയില്ലായിരുന്നെങ്കിൽ. ولم أدر ما حسابيه എന്റെ കണക്ക് എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ. يا ليتها كانت القاضية മരണം എല്ലാറ്റിന്റെയും ഒടുക്കമായിരുന്നെങ്കിൽ. ما أغنى عني ماليه എന്റെ ധനം എനിക്കൊട്ടും ഉപകരിച്ചില്ല. هلك عني سلطانيه എന്റെ അധികാരങ്ങളൊക്കെയും എനിക്ക് നഷ്ടപ്പെട്ടു. خذوه فغلوه അപ്പോൾ കൽപ്പനയുണ്ടാകുന്നു, നിങ്ങൾ അവനെ പിടിച്ച് കുരുക്കിലിടൂ. ثم الجحيم صلوه പിന്നെ നരകത്തീയിലെറിയൂ. ثم في سلسلة ذرعها 70 ذراعا فاسلكوه എന്നിട്ട് 70 മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് കെട്ടിവരിയൂ. إنه كان لا يؤمن بالله العظيم അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. ولا يحض على طعام المسكين അഗതികൾക്ക് അന്നം നൽകാൻ പ്രേരിപ്പിച്ചിരുന്നുമില്ല. فليس له اليوم هاهنا حميم അതിനാൽ അവൻ ഇന്നിവിടെ ഒരു മിത്രവുമില്ല. ولا طعام إلا من غسلين ഒരാഹാരവുമില്ല വ്രണങ്ങളുടെ പൊറ്റയല്ലാതെ. لا يأكله إلا الخاطئون പാപികളല്ലാതെ അത് തിന്നുകയില്ല. فلا أقسم بما تبصرون വേണ്ട, നിങ്ങൾ കാണുന്ന സകല വസ്തുക്കളെക്കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. وما لا تبصرون നിങ്ങൾക്കു കാണാനാവാത്തവയെക്കൊണ്ടും. إنه لقول رسول كريم
തീർച്ചയായും ഇത് മാന്യനായ ദൈവദൂതന്റെ വചനങ്ങളാണ്. وما هو بقول شاعر قليلا ما تؤمنون. ഇത് കവിവാക്യമല്ല, നിങ്ങൾ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. ولا بقول كاهن قليلا ما تذكرون. ഇത് ജോത്സ്യന്റെ വാക്കുമല്ല, നന്നേ കുറച്ചേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. تنزيل من رب العالمين. ഇത് ലോകനാഥനിൽ നിന്ന് അവതീർണമായതാണ്. ولو تقول علينا بعض الأقاويل لأخذنا منه باليمين. പ്രവാചകൻ നമ്മുടെ മേൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വലം കൈ നാം പിടിക്കുമായിരുന്നു. ثم لقطعنا منه الوتين. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാഡി മുറിച്ചു കളയുമായിരുന്നു. فما منكم من أحد عنه حاجزين. അപ്പോൾ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ ശിക്ഷയെ തടയാനാവില്ല. وإنه لتذكرة للمتقين. ഉറപ്പായും ഇത് ഭക്തന്മാർക്ക് ഒരു ഉദ്ബോധനമാണ്. وإنا لنعلم أن منكم مكذبين. നിശ്ചയമായും നമുക്കറിയാം, നിങ്ങളിൽ ഇതിനെ തള്ളിപ്പറയുന്നവരുണ്ട്. وإنه لحسرة على الكافرين. തീർച്ചയായും അത്തരം സത്യനിഷേധികൾക്കിത് ദുഃഖകാരണം തന്നെ. وإنه لحق اليقين. നിശ്ചയമായും ഇത് സുദൃഢമായ സത്യമാണ്. فسبح باسم ربك العظيم. അതിനാൽ നീ നിന്റെ അത്യുന്നതനായ നാഥന്റെ നാമം കീർത്തിച്ചുകൊണ്ടിരിക്കുക. അധ്യായം 70. അൽ മആരിജ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 44. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ. സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് ഒരന്വേഷകൻ ആരാഞ്ഞുവല്ലോ. ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ. അത് സത്യനിഷേധികൾക്കുള്ളതാണ്, അതിനെ തടയുന്ന ആരുമില്ല. മിനല്ലാഹി ദിൽ മആരിജ്. ഉപരിലോകത്തിലേക്കുള്ള ചവിട്ടുപടികളുടെ ഉടമയായ അല്ലാഹുവിൽ നിന്നുള്ളതാണത്. തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സനഹ. മലക്കുകളും പരിശുദ്ധാത്മാവും അവന്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുന്നു 50,000 കൊല്ലം ദൈർഘ്യമുള്ള ഒരു ദിനത്തിൽ. ഫസ്ബിർ സബ്റൻ ജമീലാ. അതിനാൽ ക്ഷമിക്കുക, മനോഹരമായ ക്ഷമ. ഇന്നഹും യറൗനഹു ബഈദാ. അവരത് അകലെയായാണ് കാണുന്നത്. വനറാഹു ഖരീബാ. നാമോ അടുത്തായും കാണുന്നു. യൗമ തകൂനുസ് സമാഉ കൽമുഹ്ൽ. അന്ന് ആകാശം ഉരുകിയ ലോഹം പോലെയാകും. വതകൂനുൽ ജിബാലു കൽഇഹ്ൻ. മലകൾ കടഞ്ഞെടുത്ത രോമം പോലെയും. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. അന്ന് ഒരുറ്റവനും തന്റെ തോടിനെ തേടുകയില്ല. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്. അവരന്യോന്യം കാണുന്നുണ്ടാകും. അപ്പോൾ കുറ്റവാളി കൊതിച്ചുപോകും. അന്നാളിലെ ശിക്ഷയിൽ നിന്നൊഴിവാകാൻ മക്കളെ പണയം നൽകിയാലോ. വസാഹിബതിഹി വഅഖീഹി. സഹധർമ്മിണിയെയും സഹോദരനെയും നൽകിയാലോ. വഫസീലതിഹി അല്ലതി തുവീഹി.
തനിക്ക് അഭയമേകിപ്പോന്ന കുടുംബത്തെയും ومن في الأرض جميعا ثم ينجيه ഭൂമിയിലുള്ള മറ്റെല്ലാറ്റിനെയും അങ്ങനെ താൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ كلا إنها لظى വേണ്ട, അത് കത്തിക്കാളുന്ന നരകത്തീയാണ്, نزاعة للشوى തൊലി ഉരിച്ചു കളയുന്ന തീ. تدعو من أدبر وتولى സത്യത്തോട് പുറംതിരിയുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തവരെ അത് വിളിച്ചു വരുത്തും. وجمع فأوعى ധനം ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചവരെയും إن الإنسان خلق هلوعا മനുഷ്യൻ ക്ഷമക്കെട്ടവനായാണ് സൃഷ്ടിക്കപ്പെട്ടത്. إذا مسه الشر جزوعا വിപത്ത് വരുമ്പോൾ അവൻ വെപ്രാളം കാട്ടും. وإذا مسه الخير منوعا നേട്ടം കിട്ടിയാലോ കെട്ടിപ്പൂട്ടിവെക്കും. إلا المصلين നമസ്കരിക്കുന്നവരൊഴികെ. الذين هم على صلاتهم دائمون അവർ നമസ്കാരത്തിൽ നിഷ്ഠ പുലർത്തുന്നവരാണ്. والذين في أموالهم حق معلوم للسائل والمحروم അവരുടെ ധനത്തിൽ ചോദിച്ചെത്തുന്നവർക്കും പ്രാഥമികാവശ്യങ്ങൾക്ക് വകയില്ലാത്തവർക്കും നിർണിതമായ അവകാശമുണ്ട്. والذين يصدقون بيوم الدين വിധിദിനം സത്യമാണെന്ന് അംഗീകരിക്കുന്നവരാണവർ. والذين هم من عذاب ربهم مشفقون തങ്ങളുടെ നാഥന്റെ ശിക്ഷയെ പേടിക്കുന്നവരും. إن عذاب ربهم غير مأمون അവരുടെ നാഥന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയരാകാവതല്ല, തീർച്ച. والذين هم لفروجهم حافظون അവർ തങ്ങളുടെ സദാചാരനിഷ്ഠ സംരക്ഷിച്ചു പോരുന്നവരാണ്. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين തങ്ങളുടെ ഭാര്യമാരിലോ അധീനതയിലുള്ളവരിലോ ഒഴികെ ഇവരുമായി ബന്ധപ്പെടുന്നത് ആക്ഷേപാർഹമല്ല. فمن ابتغى وراء ذلك فأولئك هم العادون എന്നാൽ അതിനപ്പുറം ആഗ്രഹിക്കുന്നവരാരോ അവരത്രേ അതിക്രമികൾ. والذين هم لأماناتهم وعهدهم راعون തങ്ങളുടെ വശമുള്ള സൂക്ഷിപ്പ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നവരും കരാർ പാലിക്കുന്നവരുമാണവർ. والذين هم بشهاداتهم قائمون തങ്ങളുടെ സാക്ഷ്യങ്ങൾ സത്യസന്ധമായി പൂർത്തീകരിക്കുന്നവരും. والذين هم على صلاتهم يحافظون നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും. أولئك في جنات مكرمون അവർ സ്വർഗത്തിൽ അത്യധികം ആദരിക്കപ്പെടുന്നവരായിരിക്കും. فما للذين كفروا قبلك مهطعين ഈ സത്യനിഷേധികൾക്ക് എന്തുപറ്റി? നിന്റെ നേരെ പാഞ്ഞു വരികയാണല്ലോ അവർ. عن اليمين وعن الشمال عزين ഇടത്തുനിന്നും വലത്തുനിന്നും കൂട്ടം കൂട്ടമായി. أيطمع كل امرئ منهم أن يدخل جنة نعيم അവരോരോരുത്തരും താൻ അനുഗ്രഹീത സ്വർഗത്തിൽ കടക്കുമെന്ന് കൊതിക്കുകയാണ്. كلا إنا خلقناهم مما يعلمون ഒരിക്കലുമില്ല, അവർക്കു തന്നെ നന്നായി അറിയാവുന്ന വസ്തുവിൽ നിന്നാണ് നാം അവരെ പടച്ചത്. فلا أقسم برب المشارق والمغارب إنا لقادرون
على أن نبدل خيرا منهم وما نحن بمسبوقين. വേണ്ട, ഉദയാസ്തമയ സ്ഥാനങ്ങളുടെ നാഥന്റെ പേരിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. അവരുടെ സ്ഥാനത്ത് അവരേക്കാൾ ഉത്തമമായ ജനതയെ കൊണ്ടുവരാൻ കഴിവുറ്റവനാണ് നാം. നമ്മെ ആരും മറികടക്കുകയില്ല. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. അതിനാൽ അവരെ വിട്ടേക്കുക. അവർക്ക് താക്കീത് നൽകപ്പെട്ട ദിനം വരും വരെ അവർ തങ്ങളുടെ തോന്നിവാസങ്ങളിലും ദുർവൃത്തികളിലും മുഴുകിക്കഴിയട്ടെ. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. അവർ തങ്ങളുടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓടിയണയുന്ന ദിനമാണത്. തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ നാട്ടക്കുറിയിലേക്ക് ഓടിയൊഴുകുന്ന പോലെ. خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون. കണ്ണുകൾ താണുപോയ അവസ്ഥയിലായിരിക്കും അന്നവർ. അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും. അവർക്ക് മുന്നറിയിപ്പ്. അധ്യായം 71. നൂഹ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 28. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. നൂഹിനെ നാം തന്റെ ജനതയിലേക്ക് ദൂതനായി നിയോഗിച്ചു. വേദനയേറിയ ശിക്ഷ വന്നെത്തും മുമ്പേ നിന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുക എന്ന നിർദ്ദേശത്തോടെ. قال يا قوم إني لكم نذير مبين. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാണ്. أن اعبدوا الله واتقوه وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, അവനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകും. അല്ലാഹുവിന്റെ അവധി ആഗതമായാൽ പിന്നെയൊട്ടും പിന്തിക്കുകയില്ല. തീർച്ച നിങ്ങൾ അതറിഞ്ഞിരുന്നെങ്കിൽ. قال رب إني دعوت قومي ليلا ونهارا. നൂഹ് പറഞ്ഞു, നാഥ, രാവും പകലും ഞാൻ എന്റെ ജനത്തെ വിളിച്ചു. فلم يزدهم دعائي إلا فرارا. എന്നാൽ എന്റെ ക്ഷണം അവരെ കൂടുതൽ അകറ്റുകയാണുണ്ടായത്. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. നീ അവർക്ക് മാപ്പേകാനായി ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെയും അവർ കാതിൽ വിരൽ തിരുകുകയും വസ്ത്രം കൊണ്ട് മൂടുകയുമായിരുന്നു. അവർ തങ്ങളുടെ ദുശാഠ്യത്തിൽ ഉറച്ചുനിന്നു, അങ്ങേയറ്റം അഹങ്കരിക്കുകയും ചെയ്തു. ثم إني دعوتهم جهارا. വീണ്ടും ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. ثم إني أعلنت لهم وأسررت لهم إسرارا. പിന്നെ പരസ്യമായും
വളരെ രഹസ്യമായും ഉദ്ബോധനം നൽകി. فقلت استغفروا ربكم إنه كان غفارا. ഞാൻ ആവശ്യപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാപ്പിനപേക്ഷിക്കുക, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. يرسل السماء عليكم مدرارا. അവൻ നിങ്ങൾക്ക് ധാരാളം മഴ വീഴ്ത്തിത്തരും. ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. സമ്പത്തും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ടാക്കിത്തരും, അരുവികൾ ഒരുക്കിത്തരും. ما لكم لا ترجون لله وقارا. നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹത്വം ഒട്ടും അംഗീകരിക്കാനാവുന്നില്ലല്ലോ. وقد خلقكم أطوارا. നിങ്ങളെ വിവിധ ഘട്ടങ്ങളിലൂടെ സൃഷ്ടിച്ചു വളർത്തിയത് അവനാണ്. ألم تروا كيف خلق الله 7 سماوات طباقا. അല്ലാഹു ഒന്നിനുമീതെ മറ്റൊന്നായി 7 ആകാശങ്ങളെ സൃഷ്ടിച്ചതെങ്ങനെയെന്ന് നിങ്ങൾ കാണുന്നില്ലേ? وجعل القمر فيهن نورا وجعل الشمس سراجا. അതിൽ വെളിച്ചമായി ചന്ദ്രനെ ഉണ്ടാക്കി, വിളക്കായി സൂര്യനെയും. والله أنبتكم من الأرض نباتا. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു വളർത്തി. ثم يعيدكم فيها ويخرجكم إخراجا. പിന്നെ അവൻ നിങ്ങളെ അതിലേക്ക് തന്നെ മടക്കുന്നു, വീണ്ടും നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് പുറപ്പെടുവിക്കുന്നതാണ്. والله جعل لكم الأرض بساطا. അല്ലാഹു നിങ്ങൾക്കായി ഭൂമിയെ വിരിപ്പാക്കിയിരിക്കുന്നു. لتسلكوا منها سبلا فجاجا. നിങ്ങൾ അതിലെ വിശാലമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. നോഹ് പറഞ്ഞു, എന്റെ നാഥ, ഇവരെന്നെ ധിക്കരിച്ചു, എന്നിട്ടവർ പിൻപറ്റിയതോ തന്റെ സ്വത്തും സന്താനവും വഴി നഷ്ടമല്ലാതൊന്നും വർദ്ധിപ്പിക്കാത്തവനെയും. ومكروا مكرا كبارا. അവർ കൊടിയ കുതന്ത്രമാണ് കാണിച്ചത്. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. അവർ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ വെടിയരുത്, വദ്ദിനെയും സുവാഇനെയും യഹൂസിനെയും യഊഖിനെയും നസ്രിനെയും കൈവിടരുത്. وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. അവരിങ്ങനെ വളരെ പേരെ വഴിപിഴപ്പിച്ചു. ഈ അതിക്രമകാരികൾക്ക് നീ വഴികേടല്ലാതൊന്നും വർദ്ധിപ്പിച്ചു കൊടുക്കരുതേ. مما خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا. തങ്ങളുടെ തന്നെ തെറ്റിനാൽ അവരെ മുക്കിക്കൊന്നു. പിന്നെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അല്ലാഹുവെ കൂടാതെ ഒരു സഹായിയെയും അവർക്കവിടെ കണ്ടുകിട്ടിയില്ല. وقال نوح رب لا تذر على الأرض من الكافرين ديارا. നോഹ് പ്രാർത്ഥിച്ചു, നാഥ, ഈ സത്യനിഷേധികളിൽ ഒരുത്തനെയും ഈ ഭൂമുഖത്ത് ബാക്കി വെക്കരുതേ. إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. നീ അവരെ വെറുതെ വിട്ടാൽ ഇനിയും അവർ നിന്റെ ദാസന്മാരെ വഴിപിഴപ്പിക്കും. തെമ്മാടികൾക്കും നിഷേധികൾക്കുമല്ലാതെ അവർ ജന്മം നൽകുകയുമില്ല. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. നാഥ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും വിശ്വാസികളായി എന്റെ ഭവനത്തിൽ കടന്നുവരുന്നവർക്കും
സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പൊറുത്തു തരേണമേ. അതിക്രമികൾക്ക് നാശമല്ലാതൊന്നും വർദ്ധിപ്പിച്ചു കൊടുക്കരുതേ. അധ്യായം 72 അൽ ജിന്ന്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 28. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅ്നാ ഖുർആനൻ അജബാ. പറയുക, ജിന്നുകളിൽ കുറെ പേർ ഖുർആൻ കേട്ടുവന്ന് എനിക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു, വിസ്മയകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അത് നേർവഴിയിലേക്ക് നയിക്കുന്നു. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ ആരെയും പങ്കുചേർക്കുകയില്ല. വഅന്നഹു തആലാ ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ. നമ്മുടെ നാഥന്റെ മഹത്വം അത്യുന്നതമത്രേ. അവൻ സഖിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. വഅന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതതാ. ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരം കെട്ടവർ അല്ലാഹുവെക്കുറിച്ച് കള്ളം പറയാറുണ്ടായിരുന്നു. وَأَنَّا ظَنَنَّا أَن لَّن تَقُولَ الْإِنسُ وَالْجِنُّ عَلَى اللَّهِ كَذِبًا. മനുഷ്യരും ജിന്നുകളും അല്ലാഹുവെക്കുറിച്ച് ഒരിക്കലും കള്ളം പറയില്ലെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. وَأَنَّهُ كَانَ رِجَالٌ مِّنَ الْإِنسِ يَعُوذُونَ بِرِجَالٍ مِّنَ الْجِنِّ فَزَادُوهُمْ رَهَقًا. മനുഷ്യരിൽ ചിലർ ജിന്നുകളിൽ ചിലരോട് ശരണം തേടാറുണ്ടായിരുന്നു. അതവരിൽ അഹങ്കാരം വളർത്തി. وَأَنَّهُمْ ظَنُّوا كَمَا ظَنَنْتُمْ أَن لَّن يَبْعَثَ اللَّهُ أَحَدًا. അല്ലാഹു ആരെയും പ്രവാചകനായി നിയോഗിക്കില്ലെന്ന് നിങ്ങൾ കരുതിയപോലെ അവരും കരുതിയിരുന്നു. وَأَنَّا لَمَسْنَا السَّمَاءَ فَوَجَدْنَاهَا مُلِئَتْ حَرَسًا شَدِيدًا وَشُهُبًا. ഞങ്ങൾ ആകാശത്തെ തൊട്ടുനോക്കി. അപ്പോഴത് കരുത്തരായ കാവൽക്കാരാലും തീജ്വാലകളാലും നിറഞ്ഞു നിൽക്കുന്നതായി ഞങ്ങൾക്കനുഭവപ്പെട്ടു. وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَن يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَّصَدًا. ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ മുമ്പ് ഞങ്ങൾ കേൾക്കാൻ ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും കട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ കാത്തിരിക്കുന്ന തീജ്വാലയെ അവന് നേരിടേണ്ടി വരും. وَأَنَّا لَا نَدْرِي أَشَرٌّ أُرِيدَ بِمَن فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا. ഭൂമിയിലുള്ളവർക്ക് നാശം വരുത്താനാണോ ഉദ്ദേശിച്ചത്? അതല്ല, അവരുടെ നാഥൻ അവരെ നേർവഴിയിലാക്കാനാണോ ഇച്ഛിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. وَأَنَّا مِنَّا الصَّالِحُونَ وَمِنَّا دُونَ ذَلِكَ كُنَّا طَرَائِقَ قِدَدًا. ഞങ്ങളോ, ഞങ്ങളിൽ സച്ചരിതരുണ്ട്, അല്ലാത്തവരും ഞങ്ങളിലുണ്ട്. ഞങ്ങൾ ഭിന്നമാർഗക്കാരാണ്. وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ وَلَن نُّعْجِزَهُ هَرَبًا. ഭൂമിയിൽ വച്ച് അല്ലാഹുവെ പരാജയപ്പെടുത്താനോ ഓടിപ്പോയി അവനെ തോൽപ്പിക്കാനോ സാധ്യമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. وَأَنَّا لَمَّا سَمِعْنَا الْهُدَىٰ آمَنَّا بِهِ فَمَن يُؤْمِن بِرَبِّهِ فَلَا يَخَافُ بَخْسًا وَلَا رَهَقًا. സന്മാർഗം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. തന്റെ നാഥനിൽ വിശ്വസിക്കുന്നവനാരോ അവന്
ഒരുവിധ നഷ്ടമോ പീഡനമോ ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ടതില്ല. وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا. ഞങ്ങളിൽ വഴിപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, വഴിവിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ആർ കീഴ്പ്പെട്ട് ജീവിക്കുന്നുവോ അവർ നേർവഴി ഉറപ്പാക്കിയിരിക്കുന്നു. وأما القاسطون فكانوا لجهنم حطبا. വഴിവിട്ട് ജീവിക്കുന്നവരോ അവർ നരകത്തീയിലെ വിറകായിത്തീരും. وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا. അവർ നേർവഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാം അവർക്ക് കുടിക്കാൻ ധാരാളമായി വെള്ളം നൽകും. لنفتنهم فيه ومن يعرض عن ذكر ربه يسلكه عذابا صعدا. അതിലൂടെ നാം അവരെ പരീക്ഷിക്കാനാണത്. തന്റെ നാഥന്റെ ഉദ്ബോധനത്തെ നിരാകരിച്ച് ജീവിക്കുന്നവരെ അവൻ അതികഠിന ശിക്ഷയിലകപ്പെടുത്തും. وأن المساجد لله فلا تدعوا مع الله أحدا. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതിനാൽ അല്ലാഹുവോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. ദേവദാസൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ സത്യനിഷേധികൾ അയാൾക്കു ചുറ്റും തടിച്ചുകൂടുമാറായി. قل إنما أدعو ربي ولا أشرك به أحدا. പറയുക, ഞാൻ എന്റെ നാഥനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, ആരെയും അവന്റെ പങ്കാളിയാക്കുകയില്ല. قل إني لا أملك لكم ضرا ولا رشدا. പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുത്താൻ എനിക്കാവില്ല. قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا. പറയുക, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കുമാവില്ല, അവനല്ലാതെ ഒരഭയസ്ഥാനവും ഞാൻ കാണുന്നില്ല. إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. അല്ലാഹുവിൽ നിന്നുള്ള വിധികളും അവന്റെ സന്ദേശവും എത്തിക്കുക എന്നതല്ലാതെ ഒരു ദൗത്യവും എനിക്കില്ല. ആർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നുവോ തീർച്ചയായും അവനുള്ളത് നരകത്തീയാണ്, അവരതിൽ നിത്യവാസികളായിരിക്കും. حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا. ഈ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയ കാര്യം നേരിൽ കാണുമ്പോൾ അവർക്ക് ബോധ്യമാകും, ആരുടെ സഹായിയാണ് ദുർബലനെന്നും ആരുടെ സംഘമാണ് എണ്ണത്തിൽ കുറവെന്നും. قل إن أدري أقريب ما توعدون أم يجعل له ربي أمدا. പറയുക, നിങ്ങൾക്ക് താക്കീതു നൽകപ്പെട്ട ശിക്ഷ ആസന്നമാണോ അതല്ല എന്റെ നാഥൻ അതിന് നീണ്ട അവധി നിശ്ചയിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. عالم الغيب فلا يظهر على غيبه أحدا. അവൻ അഭൗതിക കാര്യം അറിയുന്നവനാണ്, എന്നാൽ അവൻ തന്റെ അഭൗതിക കാര്യങ്ങൾ ആർക്കും വെളിവാക്കി കൊടുക്കുകയില്ല. إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. അവൻ തൃപ്തിപ്പെട്ട് അംഗീകരിച്ച ദൂതനൊഴികെ അദ്ദേഹത്തിന്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുന്നു.
ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. അവർ തങ്ങളുടെ നാഥന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് അവനറിയാനാണിത്. അവരുടെ വശമുള്ളതിനെപ്പറ്റി അവന് നന്നായി അറിയാം, എല്ലാ വസ്തുക്കളുടെയും എണ്ണം. അധ്യായം 73. അൽ മുസമ്മിൽ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 20. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൽ മുസമ്മിൽ. മൂടി പുതച്ചവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, കുറച്ചുനേരമൊഴികെ. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ. അതായത് രാവിന്റെ പാതി, അല്ലെങ്കിൽ അതിൽ അല്പം കുറയ്ക്കുക. ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലെങ്കിൽ അല്പം വർദ്ധിപ്പിക്കുക, ഖുർആൻ നിർത്തി നിർത്തി സാവധാനം ഓതുക. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നിനക്ക് നാം ഭാരിച്ച വചനം അവതരിപ്പിക്കുന്നതാണ്. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ. രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റുള്ള നമസ്കാരം ഏറെ ഹൃദയ സാന്നിധ്യം ഉളവാക്കുന്നതാണ്, സംസാരം സത്യനിഷ്ഠമാക്കുന്നതും. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. പകൽ സമയത്ത് നിനക്ക് ദീർഘമായ ജോലി തിരക്കുണ്ടല്ലോ. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. നിന്റെ നാഥന്റെ നാമം സ്മരിക്കുക, മറ്റെല്ലാറ്റിൽ നിന്നും വിട്ടൊഴിഞ്ഞ് അവനിൽ മാത്രം മുഴുകുക. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീലാ. അവൻ ഉദയാസ്തമയ സ്ഥലങ്ങളുടെ ഉടമയാണ്, അവനല്ലാതെ ദൈവമില്ല, അതിനാൽ അവനെ മാത്രം ഭരമേൽപ്പിക്കുക. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. സത്യനിഷേധികൾ പറയുന്നതൊക്കെ ക്ഷമിക്കുക, അവരിൽ നിന്ന് മാന്യമായി വിട്ടകന്നു നിൽക്കുക. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ഹിൽഹും ഖലീലാ. സമ്പന്നരായ ഈ നിഷേധികളുടെ കൈകാര്യം എനിക്ക് വിട്ടേക്കുക, അവർക്ക് ഈ അവസ്ഥയിൽ അല്പം കൂടി സമയം അനുവദിക്കുക. ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ. തീർച്ചയായും നമ്മുടെ അടുക്കൽ കാൽച്ചങ്ങലകളും കത്തിക്കാളുന്ന നരകത്തീയുമുണ്ട്. വതആമൻ ദാ ഗുസ്സതിൻ വഅദാബൻ അലീമാ. ചങ്കിൽ കുടുങ്ങുന്ന ആഹാരവും വേദനയേറിയ ശിക്ഷയും. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബൻ മഹീലാ. ഭൂമിയും മലകളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ മണൽക്കൂനകൾ പോലെ ചിതറിപ്പോവുകയും ചെയ്യുന്ന ദിനമാണത്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഉറപ്പായും നിങ്ങളിലേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സാക്ഷിയായി ഫിർഔന്റെ അടുത്തേക്ക് ദൂതനെ അയച്ച പോലെ. ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീലാ. ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചു, അതിനാൽ അവനെ നാം ശക്തമായ ഒരു പിടുത്തം പിടിച്ചു. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. നിങ്ങൾ സത്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികളെ കൂടി നരച്ചവരാക്കുന്ന ആ ദിനത്തെ നിങ്ങൾക്ക് എങ്ങനെ കരുതിയിരിക്കാനാവും? അസ്സമാഉ മുൻഫതിറുൻ ബിഹി കാന വഅദുഹു മഫ്ഊലാ. ആകാശം പൊട്ടിപ്പിളരുന്ന ദിനമാണത്, അല്ലാഹുവിന്റെ വാഗ്ദാനം
പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. ഇത് ഒരു ഉദ്ബോധനമാണ്. അതിനാൽ ഇഷ്ടമുള്ളവൻ തന്റെ നാഥങ്കലേക്കുള്ള മാർഗം അവലംബിച്ചുകൊള്ളട്ടെ. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. നിന്റെ നാഥൻ അറിയാം, നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു സംഘവും രാവിന്റെ മിക്കവാറും 2/3 ഭാഗവും, ചിലപ്പോൾ പാതിഭാഗവും, മറ്റു ചിലപ്പോൾ 1/3 ഭാഗവും നിന്ന് നമസ്കരിക്കുന്നുണ്ട്. രാപ്പകലുകൾ കണക്കാക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്കത് കൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാം. അതിനാൽ നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര പാരായണം ചെയ്ത് നമസ്കാരം നിർവഹിക്കുക. നിങ്ങളിൽ ചിലർ രോഗികളാണ്, വേറെ ചിലർ അല്ലാഹുവിന്റെ അനുഗ്രഹം അന്വേഷിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഇനിയും ചിലർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും. ഇത് അവന് നന്നായി അറിയാം. അതിനാൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്രദമായത് പാരായണം ചെയ്യുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സകാത്ത് നൽകുക. അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുക്കുക. നിങ്ങൾ സ്വന്തത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന നന്മകളൊക്കെയും അല്ലാഹുവിങ്കൽ ഏറെ ഗുണമുള്ളതായി നിങ്ങൾക്കു കണ്ടെത്താം, മഹത്തായ പ്രതിഫലമുള്ളതായും. നിങ്ങൾ അല്ലാഹുവോട് മാപ്പപേക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അധ്യായം 74. അൽ മുദ്ദസ്സിർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 56. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൽ മുദ്ദസ്സിർ. പുതച്ചു മൂടിയവനെ, ഖും ഫഅൻദിർ. എഴുന്നേൽക്കുക, ജനത്തിന് മുന്നറിയിപ്പ് നൽകുക. വറബ്ബക ഫകബ്ബിർ. നിന്റെ നാഥന്റെ മഹത്വം വാഴ്ത്തുക. വസിയാബക ഫതഹ്ഹിർ. നിന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുക. വറുജ്സ ഫഹ്ജുർ. അഴുക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുക. വലാ തംനുൻ തസ്തക്സിർ. കൂടുതൽ തിരിച്ചു കിട്ടാൻ കൊതിച്ച് നീ ഔദാര്യം കാണിക്കരുത്. വലിറബ്ബിക ഫസ്ബിർ. നിന്റെ നാഥന് വേണ്ടി ക്ഷമ പാലിക്കുക. ഫഇദാ നുഖിറ ഫിന്നാഖൂർ. പിന്നെ കാഹളം ഊതപ്പെട്ടാൽ ഫദാലിക യൗമഇദി യൗമുൻ അസീർ. അന്ന് ഏറെ പ്രയാസമേറിയ ദിനമായിരിക്കും. അലൽ കാഫിരീന ഗൈറു യസീർ. സത്യനിഷേധികൾക്ക് ഒട്ടും സുഖകരമല്ലാത്ത ദിവസം. ദർനി വമൻ ഖലഖതു വഹീദാ. ഞാൻ തനിയെ സൃഷ്ടിച്ച ആ മനുഷ്യനെ എനിക്കിങ്ങ് വിട്ടുതരിക. വജഅൽതു ലഹു മാലൻ മംദൂദാ. നാം അവന് ധാരാളം ധനം നൽകി. വബനീന ശുഹൂദാ.
എന്തിനും പോന്ന മക്കളെയും ومهدت له تمهيدا അവനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കിക്കൊടുത്തു. ثم يطمع أن أزيد എന്നിട്ടും ഞാൻ ഇനിയും കൂടുതൽ കൊടുക്കണമെന്ന് അവൻ കൊതിക്കുന്നു. كلا إنه كان لآياتنا عنيدا ഇല്ല, അവൻ നമ്മുടെ വചനങ്ങളുടെ കടുത്ത ശത്രുവായിരിക്കുന്നു. سأرهقه صعودا വൈകാതെ തന്നെ നാം അവനെ ക്ലേശമേറിയ ഒരു കയറ്റം കയറാനിടവരുത്തും. إنه فكر وقدر അവൻ ചിന്തിച്ചു, ചിലത് ചെയ്യാനുറച്ചു. فقتل كيف قدر അതിനാൽ അവന് ശാപം. എങ്ങനെ ചെയ്യാനാണ് അവൻ ഉറച്ചത്? ثم قتل كيف قدر വീണ്ടും അവന് നാശം. എങ്ങനെ പ്രവർത്തിക്കാനാണ് അവൻ തീരുമാനിച്ചത്? ثم نظر പിന്നെ അവനൊന്നു നോക്കി. ثم عبس وبسر എന്നിട്ട് മുഖം കോട്ടി നെറ്റി ചുളിച്ചു. ثم أدبر واستكبر പിന്നെ പിന്തിരിയുകയും അഹങ്കരിക്കുകയും ചെയ്തു. فقال إن هذا إلا سحر يؤثر എന്നിട്ട് അവൻ പുലമ്പി, ഈ ഖുർആൻ പരമ്പരാഗതമായ മായാജാലമല്ലാതൊന്നുമല്ല. إن هذا إلا قول البشر ഇത് വെറും മനുഷ്യവചനം മാത്രം. سأصليه سقر അടുത്തുതന്നെ നാം അവനെ നരകത്തിയിലെരിയിക്കും. وما أدراك ما سقر നരകത്തി എന്താണെന്ന് നിനക്കെന്തറിയാം? لا تبقي ولا تذر അത് ഒന്നും ബാക്കി വെക്കുകയില്ല, ഒന്നിനെയും ഒഴിവാക്കുകയുമില്ല. لواحة للبشر അത് തൊലിക്കരിച്ചു കളയും. عليها 19 അതിന്റെ ചുമതലക്കാരായി 19 പേരുണ്ട്. وما جعلنا أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة للذين كفروا ليستيقن الذين أوتوا الكتاب ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر നാം നരകത്തിന് ഇவ்விധം ചുമതലക്കാരായി നിശ്ചയിച്ചത് മലക്കുകളെ മാത്രമാണ്. അവരുടെ എണ്ണം സത്യനിഷേധികൾക്കുള്ള നമ്മുടെ ഒരു പരീക്ഷണം മാത്രമാണ്. വേദാവകാശികൾക്ക് ദൃഢബോധ്യം വരാനും സത്യവിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാനുമാണിത്. വേദക്കാരും സത്യവിശ്വാസികളും സംശയത്തിലകപ്പെടാതിരിക്കാനും അതോടൊപ്പം സത്യനിഷേധികളും രോഗബാധിതമായ മനസ്സിനുടമകളും അല്ലാഹു ഇതുകൊണ്ട് എന്തൊരുപമയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാനുമാണ്. ഇவ்விധം അല്ലാഹു താൻ ഇച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിന്റെ നാഥന്റെ സൈന്യങ്ങളെ സംബന്ധിച്ച് അവനല്ലാതെ ആരുമറിയില്ല. ഇത് മനുഷ്യർക്ക് ഒരു ഉദ്ബോധനമല്ലാതൊന്നുമല്ല. كلا والقمر നിസ്സംശയം ചന്ദ്രനാണ് സത്യം, والليل إذ أدبر രാത്രിയാണ് സത്യം, അത് പിന്നിടുമ്പോൾ. والصبح إذا أسفر പ്രഭാതമാണ് സത്യം, അത് പ്രശോഭിതമാവുമ്പോൾ. إنها لإحدى الكبر നരകം ഗൗരവമുള്ള കാര്യങ്ങളിലൊന്നു തന്നെ തീർച്ച. نذيرا للبشر മനുഷ്യർക്കൊരു താക്കീതും. لمن شاء منكم أن يتقدم أو يتأخر നിങ്ങളിൽ മുന്നോട്ടു വരാനോ പിന്നോട്ടു പോകാനോ ആഗ്രഹിക്കുന്ന ഏവർക്കുമുള്ള താക്കീത്. كل نفس بما كسبت رهينة ഓരോ മനുഷ്യനും താൻ പ്രവർത്തിച്ചതിന്
പണയപ്പെട്ടിരിക്കുന്നു. إلا أصحاب اليمين വലതുകൈയിൽ കർമ്മപുസ്തകം കിട്ടുന്നവരൊഴികെ. في جنات يتساءلون عن المجرمين അവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും. അവരന്വേഷിക്കും കുറ്റവാളികളോട്, ما سلككم في سقر നിങ്ങളെ നരകത്തിലെത്തിച്ചത് എന്താണ്? قالوا لم نك من المصلين അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. ولم نك نطعم المسكين അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നവരുമായിരുന്നില്ല. وكنا نخوض مع الخائضين പാഴ്മൊഴികളിൽ മുഴുകിക്കഴിഞ്ഞവരോടൊപ്പം ഞങ്ങളും അതിൽ വ്യാപൃതരായിരുന്നു. وكنا نكذب بيوم الدين പ്രതിഫല നാളിനെ ഞങ്ങൾ നിഷേധിച്ചിരുന്നു. حتى أتانا اليقين മരണം ഞങ്ങളിൽ വന്നെത്തും വരെ. فما تنفعهم شفاعة الشافعين അന്നേരം ശുപാർശകരുടെ ശുപാർശ അവർക്കൊട്ടും ഉപകരിക്കുകയില്ല. فما لهم عن التذكرة معرضين എന്നിട്ടും അവർക്കെന്തു പറ്റി? അവർ ഈ ഉദ്ബോധനത്തിൽ നിന്ന് തെന്നിമാറുകയാണ്. كأنهم حمر مستنفرة فرت من قسورة സിംഹത്തെ ഭയന്ന് വിരണ്ടോടുന്ന വിരളിപ്പിടിച്ച കഴുതകളെപ്പോലെയാണവർ. بل يريد كل امرئ منهم أن يؤتى صحفا منشرة അല്ല, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു തനിക്ക് അല്ലാഹുവിൽ നിന്ന് തുറന്ന ഏടുകളുള്ള വേദപുസ്തകം ലഭിക്കണമെന്ന്. كلا بل لا يخافون الآخرة ഒരിക്കലുമില്ല, അവർക്ക് പരലോകത്തെ പേടിയില്ല എന്നതാണ് സത്യം. كلا إنه تذكرة അറിയുക, ഉറപ്പായും ഇത് ഒരു ഉദ്ബോധനമാണ്. فمن شاء ذكره അതിനാൽ ഇഷ്ടമുള്ളവൻ ഇത് സ്വീകരിച്ച് ഉദ്ബുദ്ധനാകട്ടെ. وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിലല്ലാതെ അവരത് സ്വീകരിക്കുകയില്ല. അവനാകുന്നു ഭക്തിക്കർഹൻ, പാപമോച അധ്യായം 75. അൽ ഖിയാമ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 40. بسم الله الرحمن الرحيم പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. لا أقسم بيوم القيامة ഉയിർത്തെഴുന്നേൽപ്പ് നാളുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ولا أقسم بالنفس اللوامة കുറ്റപ്പെടുത്തുന്ന മനസ്സാക്ഷിയെക്കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. أيحسب الإنسان أن لن نجمع عظامه മനുഷ്യൻ വിചാരിക്കുന്നുവോ നമുക്ക് അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാനാവില്ലെന്ന്? بلى قادرين على أن نسوي بنانه എന്നാൽ നാം അവന്റെ വിരൽത്തുമ്പ് പോലും കൃത്യമായി നിർമ്മിക്കാൻ പോന്നവനാണ്. بل يريد الإنسان ليفجر أمامه എന്നിട്ടും മനുഷ്യൻ തന്റെ വരുംകാല ജീവിതത്തിൽ ദുർവൃത്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. يسأل أيان يوم القيامة ഈ ഉയിർത്തെഴുന്നേൽപ്പ് ദിനം എന്നാണെന്ന് അവൻ ചോദിക്കുന്നു. فإذا برق البصر കണ്ണഞ്ചിപ്പോവുകയും وخسف القمر ചന്ദ്രൻ കെട്ടുപോവുകയും وجمع الشمس والقمر സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ يقول الإنسان يومئذ أين المفر അന്ന് ഈ മനുഷ്യൻ പറയും,
എവിടേക്കാണ് ഓടി രക്ഷപ്പെടുകയെന്ന്. كلا لا وزر ഇല്ല, ഒരു രക്ഷയുമില്ല. إلى ربك يومئذ المستقر അന്ന് നിന്റെ നാഥന്റെ മുന്നിൽ തന്നെ ചെന്നു നിൽക്കേണ്ടി വരും. ينبأ الإنسان يومئذ بما قدم وأخر അന്നാളിൽ മനുഷ്യൻ താൻ ചെയ്യരുതാത്തത് ചെയ്തതിനെ സംബന്ധിച്ചും ചെയ്യേണ്ടത് ചെയ്യാത്തതിനെപ്പറ്റിയും അറിയുന്നു. بل الإنسان على نفسه بصيرة എന്നല്ല, അന്ന് മനുഷ്യൻ തനിക്കെതിരെ തന്നെ തെളിവായിത്തീരുന്നു. ولو ألقى معاذيره അവൻ എന്തൊക്കെ ഒഴികഴിവ് സമർപ്പിച്ചാലും ശരി. لا تحرك به لسانك لتعجل به ഖുർആൻ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനായി നീ നാവ് ചലിപ്പിക്കേണ്ടതില്ല. إن علينا جمعه وقرآنه അതിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. فإذا قرأناه فاتبع قرآنه അങ്ങനെ നാം ഓതിത്തന്നാൽ ആ പാരായണത്തെ നീ പിന്തുടരുക. ثم إن علينا بيانه തുടർന്നുള്ള അതിന്റെ വിശദീകരണവും നമ്മുടെ ചുമതല തന്നെ. كلا بل تحبون العاجلة എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ താൽക്കാലിക നേട്ടം കൊതിക്കുന്നു, وتذرون الآخرة പരലോകത്തെ അവഗണിക്കുകയും ചെയ്യുന്നു. وجوه يومئذ ناظرة അന്ന് ചില മുഖങ്ങൾ പ്രസന്നങ്ങളായിരിക്കും, إلى ربها ناظرة തങ്ങളുടെ നാഥനെ നോക്കിക്കൊണ്ടിരിക്കുന്നവയും. ووجوه يومئذ باسرة മറ്റു ചില മുഖങ്ങൾ അന്ന് കറുത്തിരുണ്ടവയായിരിക്കും. تظن أن يفعل بها فاقرة തങ്ങളുടെ മേൽ വൻ വിപത്ത് വന്നു വീഴാൻ പോവുകയാണെന്ന് അവ അറിയുന്നു. كلا إذا بلغت التراقي മാത്രമല്ല, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുകയും وقيل من راق മന്ത്രിക്കാനാരുണ്ട് എന്ന ചോദ്യമുയരുകയും وظن أنه الفراق ഇത് തന്റെ വേർപാടാണെന്ന് മനസ്സിലാവുകയും والتفت الساق بالساق കണങ്കാലുകൾ തമ്മിൽ കൂടിച്ചേർന്ന് കെട്ടിപ്പിണയുകയും ചെയ്യുമ്പോൾ إلى ربك يومئذ المساق അതാണ് നിന്റെ നാഥങ്കലേക്ക് നയിക്കപ്പെടുന്ന ദിനം. فلا صدق ولا صلى എന്നാൽ അവൻ സത്യമംഗീകരിച്ചില്ല, നമസ്കരിച്ചതുമില്ല. ولكن كذب وتولى മറിച്ച് നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു. ثم ذهب إلى أهله يتمطى എന്നിട്ട് അഹങ്കാരത്തോടെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി. أولى لك فأولى അതുതന്നെയാണ് നിനക്ക് ഏറ്റവും പറ്റിയതും ഉചിതവും. ثم أولى لك فأولى അതെ, അതുതന്നെയാണ് നിനക്കേറ്റവും പറ്റിയതും ഉചിതവും. أيحسب الإنسان أن يترك سدى മനുഷ്യൻ കരുതുന്നു അവനെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന്. ألم يك نطفة من مني يمنى അവൻ തെറിച്ചു വീണ നിസ്സാരമായ ഒരിന്ദ്രിയ കണം മാത്രമായിരുന്നില്ലേ? ثم كان علقة فخلق فسوى പിന്നെ അത് ഭ്രൂണമായി. അനന്തരം അല്ലാഹു അവനെ സൃഷ്ടിച്ചു, അവയവ പൊരുത്തമേകി. فجعل منه الزوجين الذكر والأنثى അങ്ങനെ അവൻ അതിൽ നിന്ന് ആണും പെണ്ണുമായി ഇണകളെ ഉണ്ടാക്കി. أليس ذلك بقادر على أن يحيي الموتى അതൊക്കെ ചെയ്തവൻ മരിച്ചവരെ അധ്യായം 76 അദ്ദഹർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 31. بسم الله الرحمن الرحيم പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. هل أتى على الإنسان
الإنسان حين من الدهر لم يكن شيئا مذكورا താൻ പറയത്തക്ക ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا മനുഷ്യനെ നാം കൂടിക്കലർന്ന ദ്രവകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, നമുക്ക് അവനെ പരീക്ഷിക്കാൻ. അങ്ങനെ നാം അവനെ കേൾവിയും കാഴ്ചയുമുള്ളവനാക്കി. إنا هديناه السبيل إما شاكرا وإما كفورا ഉറപ്പായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അവന് നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനുമാകാം. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا ഉറപ്പായും സത്യനിഷേധികൾക്കു നാം ചങ്ങലകളും വിലങ്ങുകളും കത്തിക്കാളുന്ന നരകത്തീയും ഒരുക്കിവച്ചിരിക്കുന്നു. إن الأبرار يشربون من كأس كان مزاجها كافورا സുകർമ്മികളോ, തീർച്ചയായും അവർ കർപ്പൂരം ചേർത്ത പാനീയം നിറച്ച ചഷകത്തിൽ നിന്ന് പാനം ചെയ്യുന്നതാണ്. عينا يشرب بها عباد الله يفجرونها تفجيرا അത് ഒരുറവയായിരിക്കും. ദേവദാസന്മാർ അതിൽ നിന്നാണ് കുടിക്കുക. അവരതിനെ ഇഷ്ടാനുസൃതം കൈവഴികളായി ഒഴുക്കിക്കൊണ്ടിരിക്കും. يوفون بالنذر ويخافون يوما كان شره مستطيرا അവർ നേർച്ചകൾ നിറവേറ്റുന്നവരാണ്, ഒരു ഭീകരനാളിനെ പേടിക്കുന്നവരും, വിപത്ത് പടർന്നു പിടിക്കുന്ന നാളിനെ. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا ആഹാരത്തോട് ഏറെ പ്രിയമുള്ളതോടൊപ്പം അവരത് അഗതിക്കും അനാഥയ്ക്കും തടവുകാരനും നൽകുന്നു. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا അവർ പറയും, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്നമേകുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. إنا نخاف من ربنا يوما عبوسا قمطريرا ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ള ദുസ്സഹവും ഭീകരവുമായ ഒരു നാളിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا അതിനാൽ ആ നാളിന്റെ നാശത്തിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിച്ചു. അവർക്ക് സമാശ്വാസവും സന്തോഷവും സമ്മാനിച്ചു. وجزاهم بما صبروا جنة وحريرا അവർ ക്ഷമ പാലിച്ചതിനാൽ പ്രതിഫലമായി അവനവർക്ക് പൂന്തോപ്പുകളും പട്ടുടുപ്പുകളും പ്രദാനം ചെയ്തു. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا അവരവിടെ ഉയർന്ന മഞ്ചങ്ങളിൽ ചാരിയിരിക്കും. അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവിക്കുകയില്ല. ودانية عليهم ظلالها وذللت قطوفها تذليلا സ്വർഗീയ ഛായ അവർക്കുമേൽ തണൽ വിരിക്കും. അതിലെ പഴങ്ങൾ പറിച്ചെടുക്കാൻ പാകത്തിൽ അവരുടെ അധീനതയിലായിരിക്കും. ويطاف عليهم بآنية من فضة وأكواب كانت قواريرا വെള്ളിപ്പാത്രങ്ങളും സ്ഫടികക്കോപ്പകളുമായി പരിചാരകർ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. قوارير من فضة قدروها تقديرا ആ സ്ഫടികവും വെള്ളിമയമായിരിക്കും. പരിചാരകർ അവ കണിശതയോടെ കണക്കാക്കി വെക്കുന്നു. ويسقون فيها كأسا كان مزاجها زنجبيلا ഇഞ്ചിനീരിന്റെ ചേരുവ ചേർത്ത പാനീയം അവർക്കവിടെ കുടിക്കാൻ കിട്ടും. عينا فيها تسمى سلسبيلا
അത് സ്വർഗത്തിലെ ഒരരുവിയിൽ നിന്നുള്ളതാണ്. സൽസബീൽ എന്നാണ് അതിനെ വിളിക്കുക. ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا. നിത്യബാല്യം നൽകപ്പെട്ട കുട്ടികൾ അവർക്കിടയിലൂടെ ചുറ്റി നടന്നുകൊണ്ടിരിക്കും. അവരെ കണ്ടാൽ ചിതറിത്തെറിച്ച മുത്തുകളായി നിനക്ക് തോന്നൂ. وَإِذَا رَأَيْتَ ثَمَّ رَأَيْتَ نَعِيمًا وَمُلْكًا كَبِيرًا. സ്വർഗത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളും ഒരു മഹാസാമ്രാജ്യത്തിന്റെ അവസ്ഥയും നിനക്കു കാണാം. عَالِيَهُمْ ثِيَابُ سُندُسٍ خُضْرٌ وَإِسْتَبْرَقٌ وَحُلُّوا أَسَاوِرَ مِن فِضَّةٍ وَسَقَاهُمْ رَبُّهُمْ شَرَابًا طَهُورًا. അവിടെ നേർത്തുമിനുത്ത പച്ചപ്പട്ടും കട്ടിയുള്ള പട്ടുടയാടയുമാണ് അവരെ അണിയിക്കുക. അവർക്കവിടെ വെള്ളിവളകൾ അണിയിക്കുന്നതാണ്. അവരുടെ നാഥൻ അവരെ പരിശുദ്ധമായ പാനീയം കുടിപ്പിക്കുകയും ചെയ്യും. إِنَّ هَذَا كَانَ لَكُمْ جَزَاءً وَكَانَ سَعْيُكُمْ مَشْكُورًا. ഇതാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. തീർച്ച നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവം സ്വീകരിക്കപ്പെട്ടവയത്രേ. إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ تَنزِيلًا. ഉറപ്പായും ഈ ഖുർആൻ നിനക്ക് നാം അല്പാൽപമായി ഇറക്കി തന്നിരിക്കുന്നു. فاصبر لحكم ربك ولا تطع منهم آثما أو كفورا. അതിനാൽ നീ നിന്റെ നാഥന്റെ തീരുമാനത്തെ ക്ഷമയോടെ കാത്തിരിക്കുക. അവരിലെ കുറ്റവാളിയെയോ സത്യനിഷേധിയെയോ നീ അനുസരിക്കരുത്. واذكر اسم ربك بكرة وأصيلا. നിന്റെ നാഥന്റെ നാമം കാലത്തും വൈകുന്നേരവും സ്മരിക്കുക. ومن الليل فاسجد له وسبحه ليلا طويلا. രാത്രിയിൽ അവന് സുജൂദ് ചെയ്യുക. നീണ്ട നിശാവേളകളിൽ അവന്റെ മഹത്വം കീർത്തിക്കുക. إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا. എന്നാൽ ഇക്കൂട്ടർ ക്ഷണികമായ ഐഹിക നേട്ടമാണ് ഇഷ്ടപ്പെടുന്നത്. വരാനിരിക്കുന്ന ഭാരമേറിയ നാളിന്റെ കാര്യം അവർ പിറകോട്ട് തട്ടിമാറ്റുന്നു. نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا. നാമാണ് അവരെ സൃഷ്ടിച്ചത്. അവരുടെ ശരീരഘടനയ്ക്ക് കരുത്തേകിയതും നാം തന്നെ. നാം ഇച്ഛിക്കുന്നുവെങ്കിൽ അവരുടെ രൂപം അപ്പാടെ മാറ്റിമറിക്കാവുന്നതാണ്. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. തീർച്ചയായും ഇത് ഒരു ഉദ്ബോധനമാണ്. അതിനാൽ ഇഷ്ടമുള്ളവൻ തന്റെ നാഥങ്കലേക്കുള്ള മാർഗം അവലംബിക്കട്ടെ. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما. അള്ളാഹു ഇച്ഛിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾക്ക് അതിഷ്ടപ്പെടാനാവില്ല. നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما. താൻ ഇച്ഛിക്കുന്നവരെ അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കുന്നു. അക്രമികൾക്കോ വേദനയേറിയ ശിക്ഷയാണ് അവൻ ഒരുക്കിവച്ചിരിക്കുന്നത്. അധ്യായം 77 അൽ മുർസലാത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 50. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വൽ മുർസലാത്തി ഉർഫാ. തുടർച്ചയായി അയക്കപ്പെടുന്നവ സത്യം. ഫൽ ആസിഫാത്തി അസ്ഫാ. പിന്നെ കൊടുങ്കാറ്റായി ആഞ്ഞു വീശുന്നവ സത്യം. വന്നാശിറാത്തി നശ്റാ.
പരക്കെ പരത്തുന്നവ സത്യം. فالفارقات فرقا പിന്നെ അതിനെ വേർതിരിച്ച് വിവേചിക്കുന്നവ സത്യം. فالملقيات ذكرا ദിവ്യസന്ദേശം ഇട്ടുകൊടുക്കുന്നവ സത്യം. عذرا أو نذرا ഒഴികഴിവായോ താക്കീതായോ إنما توعدون لواقع നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. فإذا النجوم طمست നക്ഷത്രങ്ങളുടെ പ്രകാശം അണഞ്ഞില്ലാതാവുകയും وإذا السماء فرجت ആകാശം പിളർന്നു പോവുകയും وإذا الجبال نسفت പർവ്വതങ്ങൾ ഉടഞ്ഞു പൊടിയുകയും وإذا الرسل أقتت ദൂതന്മാരുടെ വരവ് നിശ്ചയിക്കപ്പെടുകയും ചെയ്താൽ لأي يوم أجلت ഏതൊരു ദിനത്തിലേക്കാണ് അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? ليوم الفصل വിധി തീർപ്പിന്റെ ദിനത്തിലേക്ക്. وما أدراك ما يوم الفصل വിധി തീർപ്പിന്റെ ദിനമെന്തെന്ന് നിനക്കെന്തറിയാം? ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. ألم نهلك الأولين മുൻഗാമികളെ നാം നശിപ്പിച്ചില്ലേ? ثم نتبعهم الآخرين അവർക്ക് പിറകെ പിൻഗാമികളെയും നാം നശിപ്പിക്കും. كذلك نفعل بالمجرمين കുറ്റവാളികളെ നാം അങ്ങനെയാണ് ചെയ്യുക. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. ألم نخلقكم من ماء مهين നിസ്സാരമായ ദ്രാവകത്തിൽ നിന്നല്ലേ നിങ്ങളെ നാം സൃഷ്ടിച്ചത്? فجعلناه في قرار مكين എന്നിട്ട് നാം അതിനെ സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ചു. إلى قدر معلوم ഒരു നിശ്ചിത അവധി വരെ. فقدرنا فنعم القادرون അങ്ങനെ നാം എല്ലാം കൃത്യമായി നിർണയിച്ചു. നാം എത്ര നല്ല നിർണയക്കാരൻ. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. ألم نجعل الأرض كفاتا ഭൂമിയെ നാം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? أحياء وأمواتا ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും. وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ഭൂമിയിൽ നാം ഉയർന്ന പർവ്വതങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് നാം കുടിക്കാൻ തെളിനീർ നൽകി. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. انطلقوا إلى ما كنتم به تكذبون അവരോട് പറയും, നിങ്ങളെന്നും നിഷേധിച്ചു തള്ളിയിരുന്ന ഒന്നില്ലേ, അതിലേക്ക് പോയിക്കൊള്ളുക. انطلقوا إلى ظل ذي ثلاث شعب 3 ശാഖകളുള്ള ഒരു തരം നിഴലിലേക്ക് പോയിക്കൊള്ളുക. لا ظليل ولا يغني من اللهب അത് തണൽ നൽകുന്നതല്ല, തീജ്വാലയിൽ നിന്ന് രക്ഷ നൽകുന്നതുമല്ല. إنها ترمي بشرر كالقصر അത് കൂറ്റൻ കെട്ടിടം പോലെ തോന്നിക്കുന്ന തീപ്പൊരി വിതറിക്കൊണ്ടിരിക്കും. كأنه جمالة صفر അത് കടും മഞ്ഞയുള്ള ഒട്ടകങ്ങളെപ്പോലെയിരിക്കും. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. هذا يوم لا ينطقون അവർക്ക് ഒരക്ഷരം ഉരിയാടാനാവാത്ത ദിനമാണത്. ولا يؤذن لهم فيعتذرون എന്തെങ്കിലും ഒഴികഴിവ് പറയാൻ
അവർക്ക് അനുവാദം നൽകപ്പെടുന്നതുമല്ല. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. هذا يوم الفصل جمعناكم والأولين വിധിതീർപ്പിന്റെ ദിനമാണത്. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. فإن كان لكم كيد فكيدون നിങ്ങളുടെ വശം വല്ല തന്ത്രവുമുണ്ടെങ്കിൽ ആ തന്ത്രമിങ്ങ് പ്രയോഗിച്ചുകൊള്ളുക. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. إن المتقين في ظلال وعيون ഭക്തരോ അന്ന് തണലുകളിലും അരുവികളിലുമായിരിക്കും. وفواكه مما يشتهون ഇഷ്ടക്കനികൾ അവർക്കവിടെ ലഭ്യമാകും. كلوا واشربوا هنيئا بما كنتم تعملون അപ്പോൾ അവരെ അറിയിക്കും, സംതൃപ്തിയോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പ്രതിഫലമാണിത്. إنا كذلك نجزي المحسنين ഇவ்விധമാണ് നാം സുകർമ്മികൾക്ക് പ്രതിഫലം നൽകുക. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. كلوا وتمتعوا قليلا إنكم مجرمون അവരെ അറിയിക്കും, നിങ്ങൾ തിന്നുകൊള്ളുക, സുഖിച്ചുകൊള്ളുക, ഇത്തിരി കാലം മാത്രം. നിങ്ങൾ പാപികളാണ് തീർച്ച. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. وإذا قيل لهم اركعوا لا يركعون അവരോട് അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടാൻ കൽപ്പിച്ചാൽ അവർ കുമ്പിടുന്നില്ല. ويل يومئذ للمكذبين അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. فبأي حديث بعده يؤمنون ഈ ഖുർആനപ്പുറം ഏതു വേദത്തിലാണ് അവരിനി വിശ്വസിക്കുക?